കേരളം ഉണ്ടായത്. ഈ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളമല്ല. ആ കേരളം വേറെ കേരളമാണ്. ആ കേരളം മാറുമറക്കാൻ പാടില്ലാത്തവരുടെ കേരളം. ആ കേരളം വഴി നടക്കാൻ പാടില്ലാത്തവരുടെ കേരളം. ആ കേരളം മീശ വെക്കാൻ കരം കൊടുത്ത കേരളം. ആ കേരളം ആദ്യ രാത്രിയിൽ കെട്ടിയ പെണ്ണിന്റെ കൂടെ അന്തി ഉറങ്ങാൻ അവസരം ലഭിക്കാതെ ജന്മിമാരുടെ പടിപ്പുറകൾ കിടപ്പറകളാക്കി മാറ്റാൻ ജന്മിമാർക്ക് കെട്ടിയ പെണ്ണിനെ കാഴ്ചവെച്ച് കണ്ണീരിട്ട് വീണ് നിന്ന പുലയ ചെറുക്കന്മാർ പതിനായിരങ്ങൾ ജീവിച്ചു തള്ളിയ കേരളം, സ്വന്തം കുഞ്ഞിന് പേര് വിളിക്കാൻ അവകാശമില്ലാതിരുന്ന കേരളം, അതാണ് പരശുരാമന്റെ കേരളം. ഇന്നു കാണുന്ന ഈ കേരളമുണ്ടല്ലോ, ആദ്യാക്ഷരം പഠിച്ചറിവിന്റെ അനന്തതയിലേക്ക് പറന്നുയർന്ന് സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ഈ പുതിയ കേരളം, ജനകീയാസൂത്രണത്തിലൂടെ നാടിന്റെ മുഖച്ഛായ മാറ്റിയ കേരളം, 50% സംവരണം ഏർപ്പെടുത്തി സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവന്ന കേരളം, ഭിന്നലിംഗക്കാരെ ഈ നാടിന്റെ പുറമ്പോക്കിൽ നിന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ കേരളം, സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലൂടെ വെളിച്ചത്തിന്റെ നാടായി ലോകത്തിനു മുന്നിൽ അഭിമാന ഗോപുരമായി നിൽക്കുന്ന ഈ കേരളം, ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ ഹൌസ് എന്ന് ഇന്ത്യൻ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ കേരളം, വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികളായ മനുഷ്യൻ ജീവിച്ചു പോകുന്ന നാടെന്ന് ലോകം അടയാളപ്പെടുത്തിയ ഈ കേരളം, 3 കൊല്ലത്തെ ഭരണമികവിൽ 1ാം സ്ഥാനത്തെന്ന് കേന്ദ്ര ഭരണാധികാരികൾ സാക്ഷ്യപ്പെടുത്തിയ ഈ കേരളം, അഴിമതിയിൽ ഒരു തരത്തിലും തീണ്ടാത്ത പൊതുഭരണം നടക്കുന്ന രാജ്യമെന്ന് സംസ്ഥാനമെന്ന് അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയ ഈ കേരളമുണ്ടല്ലോ, ജാതിയുടെ മതത്തിന്റെ അതിർവരമ്പില്ലാതെ ഒരുമിച്ചു നടക്കാൻ, ഒരുമിച്ചുണ്ണാൻ, ഒരുമിച്ചു പഠിക്കാൻ, ഒരുമിച്ചു കഴിക്കാൻ സാധ്യമാകുന്ന നല്ല വായുവുള്ള അന്തരീക്ഷമുള്ള ഈ കേരളമുണ്ടല്ലോ, ഈ കേരളം EMSന്റെ കേരളമാണ്. ഈ കേരളം AKGയുടെ കേരളമാണ്. ഈ കേരളം നായനാരുടെ കേരളമാണ്. ഈ കേരളം കൃഷ്ണപിള്ളയുടെ കേരളമാണ്. ഈ കേരളം കുഞ്ഞാലിയുടെ കേരളമാണ്. ഈ കേരളം അഴീക്കോടന്റെ കേരളമാണ്. ഈ കേരളം മൊയാരത്ത് ശങ്കരന്റെ കേരളമാണ്. ഈ കേരളം CH കണാരന്റെ കേരളമാണ്. ഈ കേരളം അഭിമന്യുവിന്റെ കേരളമാണ്. ഈ കേരളം മുഹമ്മദ് സിദ്ദിഖിന്റെ കേരളമാണ്. ഈ കേരളം BTയുടെ MRBയുടെ ICPയുടെ ആര്യാപ്പള്ളത്തിന്റെ ചാവറയച്ചന്റെ കുമാരനാശാന്റെ മക്തിത്തങ്ങളുടെ സാമൂഹ്യ പരിഷ്കരണ നേതാക്കളുടെ നാടാണ് എന്ന് പ്രഖ്യാപിക്കാൻ വരും ദിവസങ്ങളിൽ ഈ നാടിന്റെ തെരുവിൽ ഉയർന്നു പൊങ്ങുന്ന, തിളച്ചുമറയുന്ന അഭിമാന പോരാട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരുടെ നെഞ്ചകം ചവിട്ടിപ്പൊളിക്കാൻ ഈ നാടിന്റെ മുന്നിൽ ഉയർന്നു വരുന്ന പോരാട്ടങ്ങളിൽ ഉയർന്നു പാറേണ്ട പതാക എന്റെ പതാകയാണ്, നിങ്ങളുടെ പതാകയാണ്, ഈ നാടിന്റെ പതാകയാണ്. കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും പാടിക്കുന്നിലും ഒഞ്ചിയത്തും കൂത്തുപറമ്പിലും എന്റെ പ്രിയപ്പെട്ടവരെ മോനാശ്ശേരിയിലും ഈ നാടിന്റെ പോരാട്ടങ്ങളിൽ പോരാളികളുടെ ഹൃദയരക്തം കൊണ്ട് ഈ നാടിന്റെ ചരിത്രത്തെ ചുവപ്പിച്ച അഭിമാന കൊടി ഉയർത്തിപ്പിടിക്കാൻ, പൊരുതി മുന്നേറാൻ അമരമ്പലത്തെ ആബാലവൃത്തം അഭിമാനികളായ ജനങ്ങൾക്ക് ആവേശം പകരട്ടെ ഈ സായാഹ്നമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം.